ഹലോ ഗൈസ് അസ്സലാമലൈക്കും. ഇന്ന് വെള്ളിയാഴ്ചയാണില്ലേ? വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ ബീഫില്ലാത്ത പരിപാടിയിലല്ല. അപ്പോൾ ബീഫ് കൊണ്ടുപോകുമ്പോൾ തന്നെ കെട്ടിയോ പറഞ്ഞ് നെയ്ച്ചോറും പരിപ്പ് കറിയും ബീഫ് വരട്ടും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ പിന്നെ അതിന് ഒരുങ്ങാട്ടെ ഞാൻ. അപ്പോൾ ബീഫൊക്കെ നല്ല കേക്ക് വൃത്തിയായിക്കോണം. മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയും പെരുഞ്ചീരവും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഒലിവിട്ടിട്ടോ ഉപ്പിടാതെ എന്നിട്ട് ഞാൻ വേവിക്കണം. കുറച്ച് കരിവേപ്പിൻ്റെലും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് വിറക് കത്തിച്ചിട്ട് ഏതായാലും വിറക് മാനം കെടുത്തിയില്ല, വേഗം കത്തി കിട്ടി. അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ. വെള്ളം ഒന്നും ഒഴിക്കാതെ ഞാൻ വെച്ചിന്. ഇതൊക്കെ നിറഞ്ഞു വന്ന വെള്ളമാണ് കേട്ടോ. ഇനിയുണ്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് വേഗം കഴിയൂട്ടോ. അല്ലെങ്കിൽ ഉപ്പ് ഫസ്റ്റ് തന്നെ ഇട്ടാൽ ഇത് കല്ലച്ച് നിൽക്കും പറയൂട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നെയ്ച്ചോർക്കിൽ അരിയൊക്കെ കഴുകി വൃത്തിയാക്കിട്ടോ. പിന്നെ അത് നമ്മളെ പരിപ്പും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മളെ പരിപ്പ് കറിയും വേവിച്ചെടുത്തിട്ടുണ്ടോ. അപ്പോൾ നന്നായിട്ട് വേവണം കേട്ടോ. ഇത് വെന്തുടഞ്ഞ കരുവാക്കണം. അതിക്ക് കുറച്ച് തേങ്ങ അരച്ച് വരണം. തേങ്ങയ്ക്ക് ഉള്ളിയും ജീരകം ഇട്ടിട്ട് തേങ്ങ അരക്കുക. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുവും കറിവേപ്പിലയും ഒടിച്ചിട്ട് ഇതൊന്ന് കടുവറുത്തിടുക. അടിപൊളി കറി കേട്ടോ. ഇതാണ്ട് ഒഴിച്ച് കഴിച്ചാണ്ടല്ലോ നെയ്ച്ചോറിൻ്റെ പാത്രം കാലിയാവണത് അറിയില്ല കേട്ടോ. പിന്നെ ഇതാ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യ് ചൂടായിട്ട് കുറച്ച് ഉള്ളിയും പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ട് കണ്ടുകൊണ്ട് വറുക്കണം കേട്ടോ. ഉള്ളി അധികം ബ്രൗൺ കളർ ആക്കില്ല കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിൻ്റെ വൈറ്റ് കളർ പോകും കേട്ടോ. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ച് അരി ഇട്ടിട്ടോ. അങ്ങനെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മുടെ ബീഫ് ഒന്ന് വരട്ടാണ് കേട്ടോ. തുള്ളി കറിവേപ്പിലയും പച്ചമുളകും സവാള ഇട്ടിട്ട് വരട്ടി നമ്മൾ ബീഫ് കുട്ടപ്പനെ വരട്ടിയെടുത്തിട്ടാണ്. അങ്ങനെ ഇതാ ബീഫ് ഇതൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇതിൻ്റെ കെട്ടിയും തിന്നൽ തുടങ്ങിയിട്ട്. അപ്പോൾ കെട്ടിയവന് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിരുന്നേ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ ബൈ, താങ്ക് യു.